വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജനങ്ങൾ കർത്താവിൽ വിശ്വസിക്കാതെ കുറ്റം പറഞ്ഞതിന് അവരോട് ക്ഷമിക്കണമെന്ന് മോശ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ്. എന്നാൽ കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ 3-4 തലമുറ വരെ ശിക്ഷിക്കുന്നവനുമാണെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് യോജിച്ച വിധം ഈജിപ്ത് മുതൽ ഇവിടം വരെ ഈ ജനത്തോട് ക്ഷമിച്ചതുപോലെ ഇപ്പോഴും ഇവരുടെ അപരാധം പൊറുക്കണമേ എന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നിന്റെ അപേക്ഷ സ്വീകരിച്ച് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. തന്നെ നിന്ദിച്ചവരാരും കാനാൻ ദേശം കാണുകയില്ലെന്നും കാലേബ് തന്നെ പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട് അവരെയും അവൻ്റെ തലമുറയെയും അനുഗ്രഹിക്കുമെന്നും കർത്താവ് അരുളി ചെയ്തു. ജോഷുവും കാലേബും ഒഴികെ കാനാൻ ദേശം നിരീക്ഷിച്ച് മടങ്ങിവന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് മോശയ്ക്കെതിരെ ജനം മുഴുവൻ പിറുപിറുക്കാൻ ഇടയാക്കുകയും ചെയ്തവർ മഹാമാരി ബാധിച്ച് കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണു. കർത്താവ് മോശയോട് അവർ കാനാൻ ദേശത്തെത്തുമ്പോൾ എങ്ങനെ ദഹനബലി അർപ്പണം എന്ന് വിവരിച്ചു കൊടുത്തു. കോരഹ്, ദാത്താൻ, അബീരാം എന്നിവരും മറ്റ് 250 പേരും മോശയ്ക്കും അഹ്റോനുമെതിരെ ആരോപണം നടത്തി. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ചുകൂടി പറഞ്ഞു, നിങ്ങൾ അതിരുവിട്ടു പോകുന്നു. സമൂഹം ഒന്നൊഴികാതെ എല്ലാവരും വിശുദ്ധരാണ്. കർത്താവ് അവരുടെ മധ്യമുണ്ട്. പിന്നെ എന്തിന് നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിന് മീതെ നേതാക്കന്മാരായി ചമയുന്നു? കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഞാനിവരെ ഇപ്പോൾ സംഹരിക്കും. ഇവരിൽ നിന്ന് മാറി നിന്നുകൊള്ളുവിൻ. അവർ താണുവീണ് പറഞ്ഞു, സകല ജനത്തിനും ജീവൻ നൽകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് അങ്ങ് സമൂഹം മുഴുവനോടും കോപിക്കുമോ? കർത്താവ് മോശയോട് അരുളി ചെയ്തു, കോറഹ്, ദാത്താൻ, അബീറാം എന്നിവരുടെ വീടുകളുടെ പരിസരത്ത് നിന്ന് മാറിപ്പോകാൻ ജനത്തോട് പറയുക. കർത്താവിൻ്റെ അത്ഭുതശക്തിയാൽ ഭൂമി വാപിളർന്ന് കോറഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകളുടെ വിഴുങ്ങിക്കളഞ്ഞു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.